കണ്ടവരോടല്ല പറയുന്നത്. കപ്പലിൽ കപ്പലെവിടെ ഉണ്ടാവുക? കരയിലോ കടലിലോ? എവിടെ ഉണ്ടാവുക? ശരിയല്ലേ? കപ്പല് കടലിലല്ലേ ഉണ്ടാവുള്ളൂ, കരയിലുണ്ടാവുള്ളൂ. അപ്പൊ ഈ വർത്തമാനം കരയിൽ നിൽക്കുന്നവരോടല്ല, മറിച്ച് കടലിലുള്ളവരോടാണ്. കടലിൽ എങ്ങനെ ഉണ്ടായത്? കപ്പലിൽ കയറിയപ്പോഴാണോ കടലിൽ അല്ലേ? കപ്പലിൽ കയറി കടലിൽ സഞ്ചരിക്കുന്നവരോടാണ് ഈ സംസാരം. അപ്പോ ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, വളരെ വളരെ ഗഹനവും ആഴമേറിയതും എന്നാൽ വളരെ വളരെ ഗൗരവമുള്ളതുമായ ഒരു വിഷയമാണ്. ഇത് നീട്ടിപ്പരത്തി വാതുപോലെ പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ വിശാലമാക്കി പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, ഷോർട്ടാക്കി പറയാണ്. ഓരോ വരികളിലും മുത്ത് മണികളും പവിഴങ്ങളും ഉണ്ടാവും. ഇത് കേട്ടവർക്ക് മൻ ഹഫിളഹു ഹഫിള വമൻ അലിമഹു മൻ അലിമ. ഇത് കേട്ട് ആര് ഉൾക്കൊള്ളുന്നോ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, അവർക്ക് ഉന്നതമായ മുത്തുമണികൾ പവിഴങ്ങൾ വാരിക്കൂട്ടാൻ കഴിയും. ഞാൻ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ പോകുന്ന കാര്യം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ പോകുന്ന കാര്യം. മനസ്സിലായില്ലേ? ഇത് കേട്ട് ഉൾക്കൊള്ളുന്നവർക്ക്, ഉൾക്കൊണ്ടാൽ എത്രയോ അവർക്ക് നേടാൻ കഴിയും. അത് ഭാഗ്യമുള്ളവർക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കേൾവിയെ അവൻ ഇട്ടുകൊടുക്കണം, അവൻ സാക്ഷിയായിരുന്നുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ആ ഒരു പദവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ പദവി, ഈ പദവി ലോക അവസാനം വരെയും അവസാനിക്കുന്നില്ല എന്നാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്കിന്റെ അർത്ഥം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു. അല്ലാഹുവിന്റെ, അത് പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ അല്ല. ആണോ? റസൂലായിരുന്നു എന്നാണോ? റസൂലാകും എന്നാണോ? റസൂലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഏത് കാലഘട്ടത്തിലേക്കും ആ സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുന്നു. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു. അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിലകൊള്ളുന്ന സത്യമെന്ന് പറയുന്ന, ഹഖെന്ന് പറയുന്ന, ഹഖിന്റെ അവതാരവും തജല്ലിയുമാണ്. ഹഖിന്റെ തജല്ലിയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഖിന്റെ തജല്ലിയാണ്. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വന്ന് ലോകത്ത് നിന്ന് എന്ത് ചെയ്തു? പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്തു? വിട പറഞ്ഞു. എന്നാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്ന പദവി അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ പദവി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ പദവി ഉണ്ടാകുന്നത് മുറബ്ബിയായ മശായിഖന്മാരിലൂടെയാണ്. ഇന്ന് നമ്മുടെ വിഷയം കുത്തുബോ വൗസോ എന്നല്ല വിഷയം. ഇന്ന് നമ്മുടെ വിഷയം മുറബ്ബി എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്താ വിഷയം? മുറബ്ബി. എന്താണ് മുറബ്ബിയായ ശൈഖ് എന്നാണ് ഇന്നത്തെ വിഷയം. ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളൊക്കെ കേട്ടൊരു കാര്യമാണ് മുറബ്ബിയായ ശൈഖ്. ഒരു ഗുരുവിനെ പിൻപറ്റണം, ഒരു മുറബ്ബിയെ പിൻപറ്റണം. കേട്ടിട്ടില്ലേ? എന്താണ് മുറബ്ബി? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബ് നമ്മൾ പരിപാലിക്കുന്നവൻ. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തെയും
പരിപാലിക്കുന്നവൻ അല്ലേ? അപ്പോ റബ്ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റബ്ബി എന്റെ റബ്ബ്, എന്റെ റബ്ബ്, എന്റെ റബ്ബ്, എന്റെ റബ്ബ് അല്ലേ? മുറബ്ബി എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ പരിപാലിക്കുന്ന മുറബ്ബി എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നവൻ. മുറബ്ബി എന്ന് പറഞ്ഞാൽ എന്നെ പരിപാലിക്കുന്ന എന്റെ റബ്ബ്, എന്നെ പരിപാലിക്കുന്ന എന്റെ റബ്ബ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കൂ, അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്നെ പരിപാലിക്കുന്ന എന്റെ റബ്ബ് എന്നാണ് മുറബ്ബി എന്ന വാക്കിന്റെ അർത്ഥം. മുറബ്ബിയായ ശൈഖാണോ മുറബ്ബിയായ അള്ളയാണോ? ശരിക്കുണ്ടാവും. ഒരാളെ പരിപാലിക്കുന്നത് ആരാ? ഒരാളെ പരിപാലിക്കുന്നത് ആരാണ്? ഈ ലോക ചരാചരങ്ങളെ മുഴുവൻ പരിപാലിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. പിന്നെ എങ്ങനെ ഒരാളെ കുറിച്ച് മുറബ്ബി എന്ന് പറയാം? ആ വാക്കിൽ തന്നെ ചിന്തിക്കാം. എങ്ങനെ ഒരാളെ കുറിച്ച് മുറബ്ബി എന്ന് പറയാം? ഈ ആളെങ്ങനെ നമ്മുടെ റബ്ബാവും? ആവണം, എന്നാലേ രക്ഷയുള്ളൂ. ആവണം. ഈ ആളെങ്ങനെ നമ്മുടെ റബ്ബാവും? മുറബ്ബി ഞാൻ പറഞ്ഞില്ല, മുറബ്ബി അറബി പദാണ്. നമ്മൾ ആദ്യം ഉച്ചരിക്കണമെന്നല്ല, ലോകത്ത് കഴിഞ്ഞു വന്ന മുഴുവൻ മഹാന്മാരും അവരുടെ കിതാബിൽ അങ്ങനെ രേഖപ്പെടുത്തിക്കണേ. എന്ത് രേഖപ്പെടുത്തിക്കണേ? മുറബ്ബിയായ ശൈഖ്. നിങ്ങൾക്കൊക്കെ പ്രസംഗത്തിലും എഴുത്തിലൊക്കെ കേൾക്കാം മുറബ്ബിയായ ശൈഖ്. എന്താ മുറബ്ബി? മുറബ്ബി എന്ന് പറഞ്ഞാൽ റബ്ബി, എന്റെ റബ്ബ്. മുറബ്ബി പരിപാലിക്കുന്നവൻ. മുറബ്ബി എന്നെ പരിപാലിക്കുന്ന റബ്ബ്. അപ്പൊ എന്നെ പരിപാലിക്കുന്ന ഒരു റബ്ബിനെ ഒരാൾക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹിന് വേണ്ടപ്പോ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചാണോ മുറബ്ബി എന്ന് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണോ വെച്ചാല് അല്ല. അള്ളാഹിനെ കുറിച്ചല്ലാന്ന് തന്നെ പറയാൻ പാടുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ കുറിച്ചാണോ മുറബ്ബി എന്ന് പറയുന്നത്? മുറബ്ബിയായ ശൈഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് പറയുന്നതാണോ? ഒരു മുറബ്ബിയായ ശൈഖ് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാല് അള്ളാഹ് വേണമെന്ന് അതിന്റെ അർത്ഥം അല്ല. അത് മുറബ്ബിയായ ശൈഖ്, ഒരു മുറബ്ബിയായ ഗുരു ഒരാൾക്ക് വേണമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ആണോ? അല്ലേ? മുറബ്ബി എന്ന് പറയുമ്പോ. പക്ഷേ യഥാർത്ഥത്തിൽ എന്റെ പരിപാലകൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ പരിപാലിക്കുന്ന റബ്ബ് എന്ന് ഒരാളെ കുറിച്ച് പറയാൻ പാടുണ്ടോ? പാടുണ്ടോ കുട്ടികളെ? നിങ്ങളെ പരിപാലിക്കുന്നത് ആരാ? എല്ലാരും പരിപാലിക്കുന്നത് ആരാ? അവരെങ്ങനെ ശരിയാവുക? അതെങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവും? നമ്മളായിട്ട് പറഞ്ഞതൊന്നുമല്ല അത്. നമ്മളായിട്ട് പറഞ്ഞ മുഴുവൻ മഹാന്മാരും ഗ്രന്ഥങ്ങളിൽ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ പോയിന്റ് എന്നാണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോ റാത്തീബൊക്കെ ചൊല്ലണില്ലേ? ആ റാത്തീബൊക്കെ എങ്ങനെയാണ് പോണെന്ന് അറിയോ? ആ റാത്തീബിന്റെ പൊരുൾ പോകുന്ന വഴിയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല, ഇത് മുമ്പൻ കാര്യമാണ്, വലിയ വിഷയമാണ്. ഞാനിത് എല്ലാ നിലക്കും വെട്ടിത്തുറന്ന് പറയാൻ പാടില്ല. എല്ലാ നിലക്കും വെട്ടിത്തുറന്ന് പറയാൻ പാടില്ല. ചില കാര്യങ്ങൾ സൂചനയിലൂടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പറയാൻ പാടുള്ളൂ. ചില കാര്യങ്ങൾ ഒരു വ്യംഗ്യമായിട്ടേ പറയാൻ പാടുള്ളൂ. അത് ബുദ്ധിയുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? മനസ്സിലാകാൻ പാടുള്ളൂ. അപ്പൊ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് അത് അത്രേ മനസ്സിലാവുള്ളൂ. അത്രേ ഉള്ളൂ കാര്യം. അപ്പോ ആരിഫ്യങ്ങളെല്ലാവരും ഒന്നാണ്. ആരിഫ്യങ്ങളെല്ലാവരും ഒന്നാണ്. ഈ ഞാൻ എന്ന് പറയുന്ന സംഭവവും ഒന്നാണ്. ഒരിക്കലും എന്തുണ്ടാവില്ല? ഞാൻ എന്ന് പറയുന്ന സംഭവത്തിൽ എന്തുണ്ടാവും? രണ്ടൊരിക്കലും ഉണ്ടാവില്ല. രണ്ടൊരിക്കലും ഉണ്ടാവില്ല. രണ്ട് എന്ന് തോന്നുന്നതെല്ലാം ഒന്നാണ്. അത് ഉറപ്പായിട്ട് വിശ്വസിക്കണം. അത് ലാ ശക്ക ഫീ, സംശയിക്കാനേ പാടില്ല. ഞാൻ എന്ന് പറയുന്ന സാധനം എക്കാലത്തും ഒന്ന്. അതിൽ സംശയം പറയും, തിരുത്തി തരാം. സംശയമുണ്ടോ? ഞാൻ എന്ന് പറയുന്ന വാക്ക് എക്കാലത്തും ഒന്നായിരിക്കും. ഞാൻ എന്നാരാ പറയാ? ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ അർത്ഥം. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ. ഒരുവൻ ആരാണ്? അല്ലാഹു. അത് ആരുച്ചരിച്ചാലും ആരിലൂടെ വന്നാലും ആ വാക്ക് ആർക്കുള്ള വാക്കാണ്? അള്ളാഹുവിനുള്ള വാക്കാണ്. അത് രണ്ടാൾക്കില്ല. രണ്ടാൾക്കുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടാണ് ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. അള്ളാഹുവിനെ കൂടാതെ ആരെങ്കിലും ഇലാഹ്, ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു ഇലാഹ് ഉണ്ടെങ്കിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ലഫസദത, ആകാശഭൂമികൾ തകർന്നടിഞ്ഞു പോകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അത് അള്ളാഹിന്റെ
ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ വേറെ ഒരാള് ഞാൻ എന്ന് പറയാൻ പറ്റിയ ഒരാളുണ്ട് എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ലോകം തകർന്നു പോകും. ലോകം തകർന്നിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ അള്ളാഹുവിന് മാത്രമേ എന്ത് പറയാൻ അവകാശമുള്ളൂ? അള്ളാഹു അല്ലാതെ ഒരു ഞാൻ ഇല്ല. അപ്പൊ ഇന്ന് വരെ പറഞ്ഞ ഈ ഞാൻ എല്ലാം എന്താണ്? അള്ളാഹു എന്ന് പറയുന്ന ഒരുവൻ മാത്രമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹു വറളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? അനർ റഹ്മാൻ. മിമ്പർമ ഖുതുബ കയറും. ആര്? കുറച്ചു കയറുന്നു. മിമ്പർമ ഖുതുബക്ക് കയറും. മിമ്പറില് ആര് ഖുതുബ കയറും? സയ്യിദുന അലി കറമല്ലാഹു വജ്ഹു വറളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല മിമ്പറിൽ ഖുതുബക്ക് കയറിയിട്ട് എന്താ പറയല്? അനർ റഹ്മാൻ, ഞാനാണ് റഹ്മാനായ റബ്ബ്, ഞാനാണെന്ന് ആര് പറയാനുണ്ടായിരുന്നു? അവിടെയും ഉപയോഗിച്ച അന എന്നുള്ള സംഭവം എന്താണ്? ഏതാണ്? അത് അല്ലാഹുവാണ്. സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം ഞാൻ എന്ന് ഉച്ചരിച്ചതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ച സമയത്തെ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ എന്നാണ് പ്രയോഗിച്ചത്. എന്താ പ്രയോഗിച്ചത്? ഞാൻ എന്ന പ്രയോഗം ആർക്കേ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ പ്രയോഗിക്കാൻ അധികാരവും അവകാശവും അർഹതയും ഉള്ളൂ. അവനാണ് അഹങ്കാരമുള്ളത്, വേറെ ആർക്കും അഹങ്കരിക്കാൻ പാടില്ല. ഞാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അല്ല, ഞാൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരുവൻ, ഞാൻ മാത്രം എന്നതിന്റെ അർത്ഥം. ഒരുവൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരുവൻ ആരാണ്? അവനാണ്. അപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹു റളിയല്ലാഹു അൻഹു അവരും എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം വന്ന മഹാന്മാരെടുത്തൊക്കെ നിങ്ങൾ ഗൗസുല്ലാഹ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദിഫാഇ ശൈഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഗൗസുല്ലാഹ് തങ്ങൾ പറഞ്ഞ് മറ്റേ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ മുങ്ങിയപ്പോ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ മുങ്ങിയില്ലല്ലോ, വെള്ളപ്പൊക്ക തൂഫാനിൽ മുങ്ങിയില്ലല്ലോ, ഞാൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. ആര് പറയാ? ഗൗസുല്ലാഹ് തങ്ങൾ പറയാ. മങ്കൂസ് മൗലിദിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി രേഖപ്പെട്ട ഹദീസിൽ കാണാം, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എത്ര ആളുണ്ടാവും? റസൂലുള്ളാഹി പറയണോ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണോ, ഞാൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ് കപ്പല് രക്ഷപ്പെട്ടത്. കപ്പല് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ ഇബ്രാഹിം നബിനെ തീ കരിച്ചോ? ഞാൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ് തീ കരിക്കാണ്ടിരുന്നതെന്ന് ആര് പറയുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഗൗസുൽ ആലം യാതൊരു ഭാവവ്യത്യാസമില്ലാതെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്ത്? നിങ്ങൾ മനസ്സിലാക്കിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടപ്പോ അത് കരയാതിരുന്നത് ഞാൻ അവിടെ ഉണ്ടായിട്ടാണ്. ആര് പറഞ്ഞു? ഗൗസുൽ ആലം പറഞ്ഞു. അപ്പൊ എത്ര ആളുണ്ടാവും? അപ്പൊ ആ രണ്ട് ഞാനും തന്നെയാണ്, ഒന്നാണ്. ഞാൻ എന്ന് ആര് പ്രഖ്യാപിച്ചാലും എന്താണ്? ഒന്നാണ്. ഒരാളും പേര് ആരിഫ്യങ്ങളെല്ലാം ഒന്നാണ്. ഞാൻ എന്ന് ആര് പ്രഖ്യാപിക്കുന്നുണ്ടോ, ഏത് ആര് എന്നാണ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ആരിഫ്യങ്ങളായിട്ടുള്ള ആൾക്കാർ. അല്ലാതെ ദജ്ജാല് പറയും ഞാൻ എന്ന് പറയും. ദജ്ജാലിനെ നമ്മൾ കൂട്ടോ? അത് ഒറ്റക്കെണ്ണൻ ദജ്ജാലല്ലേ, അത് കൂട്ടൂല്ലോ. ഇബ്ലീസും പറയും ഞാൻ, അത് നമ്മൾ കൂട്ടോ? അതും നമ്മൾ കൂട്ടണില്ല. നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ ഖലീഫ, ഇനി ജാഇലു ഫിൽ അർളി ഖലീഫ, അള്ളാഹുവിന്റെ പ്രതിനിധിയായി അള്ളാഹു നിയോഗിച്ചവർ എന്ത് പറയും? ഞാൻ എന്ന് പറയും. അത് എല്ലാവർക്കും പറയാൻ പറ്റില്ല. അവരിൽ ആ ഞാൻ എന്താവണം? വെളിവാവണം. ഞാൻ വെളിവാവണമെങ്കിലോ അവൻ ഇല്ലാതെയാവണം. അപ്പോഴെന്താവുള്ളൂ? ഞാൻ വെളിവാവുള്ളൂ. എല്ലാവരിലും ഉണ്ടാവൂല, ഈ സംഭവം നടക്കൂല. ഇന്നൽ മുലുക ഇദാ ദഖലു അഫ്സദു ഫിഹാ. ഖുർആൻ അങ്ങനെ പറഞ്ഞു. ഒരു രാജാവ് ഒരു നാട്ടിലേക്ക് കടന്നാൽ അവിടെ മുഴുവനും തകർത്തരിപ്പണാക്കിയിട്ട് അധികാരം സ്ഥാപിക്കും. അപ്പോഴാണ് രാജാധികാരം അവിടെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരിൽ മാത്രം ചെയ്യും,
ചിലരിൽ മാത്രം എന്ത് ചെയ്യും? എക്കാലത്തും അവനുണ്ടായിരിക്കും, എക്കാലത്തും അവൻ. അതാണ് യാദായും നമ്മൾ ചൊല്ലിയില്ലേ, ചൊല്ലിയില്ലേ, ദായും യാദായും യാദായും യാഹൂ യാദായും. എന്താ ഇതർത്ഥം? എന്നെന്നും നിലനിൽക്കുന്നവനെ, എന്നെന്നും. അപ്പൊ അള്ളാഹുവിന്റെ നിലനിൽപ്പിന് പ്രത്യേകതകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന നിലനിൽപ്പല്ല. ഈ ഭൂമി ലോകത്ത് ഞാൻ എന്ന് ഉച്ചരിക്കുന്ന ഒരാൾ ഭൂമിക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഭൂമിയാവുന്ന ആളായി. ഞാൻ എന്ന് ഉച്ചരിക്കുന്ന ഒരാൾ ഭൂമിയിൽ